നിങ്ങൾക്കേവർക്കും ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസ. സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വിവാഹാഭരണങ്ങൾ വെറും 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. നിപ പരിശോധനാ ഫലത്തിൽ ആശ്വാസം. 13 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. രോഗലക്ഷണമുള്ളവരുടെ മുഴുവൻ സാമ്പിളുകളും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വണ്ടൂരിൽ മരണശേഷം നിപ സ്ഥിരീകരിച്ച യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ള 13 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലമാണ് നെഗറ്റീവായിട്ടുള്ളത്. 175 പേരുള്ള പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 104 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരായിരുന്നു. ഇതിൽ 13 പേരുടെ ഫലമാണ് വന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രോഗവ്യാപനമില്ലെന്ന് ഉറപ്പാക്കാനാണ് ശ്രമം. രോഗലക്ഷണമുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ പരിശോധിക്കും. രോഗവ്യാപനത്തിന് സാധ്യത കുറവാണ്. മരിച്ച യുവാവ് പഠിച്ചിരുന്നത് ബാംഗ്ലൂരിലായതിനാൽ കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രോഗലക്ഷണം കണ്ടതു മുതലുള്ള യുവാവിന്റെ പ്രാഥമിക റോഡ് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്നലെ രാത്രിയോടെ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ മാസം 23-ന് ബാംഗ്ലൂരിൽ നിന്നെത്തിയ ശേഷം ഈ മാസം 4-ാം തീയതി വീട്ടിൽ വെച്ചാണ് യുവാവിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പനിയുടെ ലക്ഷണങ്ങൾ കണ്ട 4-5 ദിവസങ്ങളിൽ യുവാവ് വീട്ടിൽ തന്നെയായിരുന്നു. 6-ാം തീയതി സ്വന്തം കാറിൽ നടുവത്തുള്ള ഫാസിൽ ക്ലിനിക്കിലെത്തി. 11:30 മുതൽ 12 മണിവരെ ഇവിടെ തുടർന്നു. പിന്നീട് സ്വന്തം കാറിൽ വീട്ടിലേക്ക് പോവുകയും വൈകുന്നേരം കാളികാവ് ഭാഗത്തെ ബാബു പാരമ്പര്യ വൈദ്യശാലയിലെത്തുകയും ചെയ്തു. 7:30 മുതൽ 7:45 വരെ ഇവിടെ തുടർന്നു. പിന്നീട് വണ്ടൂർ ജാഫർ മെഡിക്കൽ സെന്ററിലെത്തി. 8:18 മുതൽ 10:30 വരെ ഇവിടെയായിരുന്നു. പിന്നീട് സ്വന്തം കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. 7-ാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി. 9:20 മുതൽ 9:30 വരെ ഇവിടെ തുടർന്നു. തിരിച്ചു ഓട്ടോയിൽ വീട്ടിലേക്ക്. വൈകുന്നേരം നിംസ് ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. രാത്രി 7:45 മുതൽ 8:24 വരെ ഇവിടെ ചികിത്സയിൽ. രാത്രി 8:25 മുതൽ തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ നിംസ് ആശുപത്രിയിലെ ICUവിൽ. 8-ാം തീയതി ഉച്ചയ്ക്ക് 1:25 MES ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 2:06 മുതൽ 3:55 വരെ MES എമർജൻസി വിഭാഗത്തിൽ. 3:59 മുതൽ 5:25 വരെ MRI റൂമിൽ. തുടർന്ന് 5:35 മുതൽ 6 മണിവരെ വീണ്ടും എമർജൻസി വിഭാഗത്തിലേക്ക്. 6:10 മുതൽ രാത്രി 12:50 വരെ MIC യൂണിറ്റ് 1-ൽ. 9-ാം തീയതി പുലർച്ചെ 1 മണി മുതൽ രാവിലെ 8:46 വരെ MICU യൂണിറ്റ് 2-ലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിൽ കഴിയവേ അന്നു രാവിലെയാണ് യുവാവ് മരിക്കുന്നത്. യുവാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബാംഗ്ലൂരിലെ 15 വിദ്യാർത്ഥികളോടും നിരീക്ഷണത്തിൽ കഴിയുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. മെഗാ ഓണം ഓഫർ സെപ്റ്റംബർ 25 വരെ. 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം. മേക്കിംഗ് ചാർജിൽ 50% സ്പെഷ്യൽ ഓഫർ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CH ബൈപാസ്, വണ്ടൂർ. ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും. സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളി പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ.